الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അപാരമായ അനുഗ്രഹത്തിൻ്റെ നിറവിലും തണലിലും ജീവിതം പുഷ്കലമായി മുന്നോട്ട് പോകുമ്പോഴും അവനെക്കുറിച്ചുള്ള ഓർമ്മയും അവനോടുള്ള നന്ദിക്കുള്ള മനസ്സും അതിനനുസൃതമായ വിശ്വാസ കർമ്മ മേഖലകളിലെ നന്മയും തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ വിഷയത്തിൽ ബദ്ധശ്രദ്ധരാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഹ്രസ്വമായ ഒരു കാലയളവ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നു എന്ന് നമുക്കറിയാം. ലോകം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. സൂര്യൻ പിന്നെയും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. ഒരു ദിവസം നമ്മളും ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോകും. ഭൂമി അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. അപ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ ഭൂമിയിൽ തുടരുന്നുമുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മളില്ലാതാകുന്ന ഒരു സാഹചര്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. മക്കൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. സഹധർമ്മിണിയും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. 6 അടി മണ്ണിലേക്ക് നമ്മൾ വെച്ച് തിരിച്ചു പോന്ന കുറേ ഓർമ്മകളുണ്ട് നമുക്ക്. ഒരു വേള ഒരു നാളിൽ നമ്മളും അങ്ങനെ കടന്നു പോകുമെന്നുള്ളത് എത്ര സത്യമാണ്. കാലം പറയുന്ന ഓർമ്മപ്പെടുത്തുന്ന ചില സത്യങ്ങളെ ചിലപ്പോൾ അനിഷ്ടകരമായ കൈപ്പേറിയ സത്യം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഈ ഐഹികമായ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയത്. ആ നിയന്ത്രണങ്ങളാണ് നമ്മുടെ സുരക്ഷിതത്വം. അതാണ് നമ്മുടെ സൗഭാഗ്യം. ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മളിവിടെ ജീവിതം തീർത്താൽ അനന്തമായ ഒരു ലോകം മുഴുവൻ
നാശവും നഷ്ടവുമാണ് നമുക്ക് എന്ന് വിശ്വാസിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. മദ്യവും ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ പറഞ്ഞു. ആ വിലക്കുകൾ ദുനിയാവിൻ്റെ ഒരു ഭാഗമാണ്. അതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ല. മനുഷ്യൻ്റെ തകർന്നു പോകുന്ന ബുദ്ധിയും തകർന്നു പോകുന്ന സംസ്കാരവും വ്യക്തിത്വവും മാന്യതയും, ആ അർത്ഥത്തിൽ പിന്നെ മനുഷ്യന് ഒരർത്ഥവും ഇവിടെയില്ല. സമൂഹത്തിലും വ്യക്തിക്കും കുടുംബത്തിനും കുഴപ്പമുണ്ടാക്കുന്ന അത്തരം പ്രവണതകൾക്കെതിരെ നമ്മൾ ഈമാൻ കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ പ്രതിരോധം തുടങ്ങി വെക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ട പാനീയങ്ങൾ ദുനിയാവിലുണ്ട്. പക്ഷേ വിശ്വാസി മരിച്ചു ചെല്ലുമ്പോൾ അനുഗ്രഹീതമായൊരു സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടവൻ ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. സ്വർഗത്തിലെ പാനീയം എന്ത് എന്ന് ഹദീസുകളിൽ ഖുർആനിൽ എത്രയോ ആയത്തുകൾ കാണാം. ദാഹജലം വല്ലാതെ സ്വപ്നം കണ്ടിരുന്നൊരു ജനതയോട് പറയാം. ഖുർആനിൽ സറാബ് എന്ന ഒരു പദമുണ്ട്. അതിൻ്റെ അർത്ഥം മരുഭൂമിയിലെ മരീചിക എന്നാണ്, കാനൽ ജലം എന്നാണ്. ഒരുപാട് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രതിഭാസമാണത്. വളരെ വിദൂരത്തു നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ, കാൽപാദമേറി കടന്നു വരുന്നവൻ, വളരെ ദൂരെ അവൻ മണൽത്തിട്ടയിൽ ഒരു ജലാശയം കാണുന്നു. അവൻ ഓടി അടുത്തെത്തുമ്പോൾ ദാഹിച്ചവൻ വിചാരിച്ചു വെള്ളമാണെന്ന്. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അവൻ ധരിച്ചുപോയത് അവിടെ വെള്ളമില്ല. സൂര്യപ്രകാശം മണൽത്തിട്ടയുടെ ചില ഭാഗത്തടിച്ചപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത്. അവിശ്വാസികളുടെ പ്രവർത്തനത്തിന് ഖുർആൻ പറഞ്ഞ ഉദാഹരണവും അതാണ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടാകണം, പക്ഷെ അവർക്ക് നാളെ പരലോകത്ത് പ്രതിഫലത്തിന്റെ നാളിൽ ഇത്തരം ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ ദാഹജലം എന്ന് പറയുന്നത്. പാനം എന്ന് പറയുന്നത് കൊണ്ടാണ്, വെള്ളമാണ്. നമ്മളെ ഒരു ഗസ്റ്റായി നമ്മൾ എവിടെ ചെന്നാലും, നമ്മുടെ വീട്ടിലാര് വന്നാലും നമ്മൾ കുടിക്കാനാണ് കൊടുക്കുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമം, ലോകത്തിന്റെ നിയമം. അതേറ്റവും ശരീരത്തിന് ആവശ്യമായത്. വിശപ്പിനേക്കാൾ മനുഷ്യൻ ആദ്യം തീർക്കുന്നത് ദാഹമാണ്. അവിടെയാണ് സ്വർഗത്തിലെ വൈവിധ്യങ്ങളായ സൗകര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒട്ടകത്തിനെ മേച്ച് നടന്നിരുന്ന ഒരു ജനക്കൂട്ടം, ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നിരുന്ന ഇടയന്മാർ ഒരുപാടുള്ള ഒരു ജനക്കൂട്ടം. ആ സമൂഹത്തോട് പറയുന്നൊരു വർത്താനുണ്ട്. ഒരു ദിവസം നബിയുടെ സദസ്സിൽ അവരിങ്ങനെ ഇരിക്കുക. അപ്പൊ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ചാട്ട വെക്കുന്ന സ്ഥലം. സൗത്ത് എന്ന് പറഞ്ഞ ഒട്ടകത്തെ, ആടിനൊക്കെ തെളിക്കാൻ വേണ്ടി ഇടയന്മാർ ഉപയോഗിക്കുന്ന ഉപകരണം, ചമ്മട്ടി എന്നൊക്കെ മലയാളത്തിൽ അതിന് ഭാഷ കാണുന്നു. ആ ഒരു സംഗതി അതിങ്ങനെ വെക്കുന്നൊരു സ്ഥലമുണ്ട്. കുറച്ച് സ്ഥലമുള്ളൂ. അത് സ്വർഗത്തിലെ ആ സ്ഥലം. ആ സ്ഥലം നിങ്ങൾക്കറിയോ? ഇതുപോലെ എന്നറിയോ? ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവിനേക്കാൾ, അതിലുള്ള എന്തൊക്കെ ഉണ്ടോ അതിനേക്കാളൊക്കെ അത് മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. ഒരു ചാട്ട വെക്കുന്ന സ്ഥലം, അത് അധികമൊന്നും വേണ്ട. നിസ്കരിക്കുമ്പോൾ അടുത്ത ഒരു ചാട്ടത്താകും. ആ കർഷക വൃത്തി നടത്തിയിരുന്നവർ, ആ ഇടയ വൃത്തി നടത്തിയിരുന്നവർ, അവർക്കത് പെട്ടെന്ന് തിരിയും. അതിൻ്റെ സ്ഥലം നോക്കുമ്പോൾ അവരുടെ ഉള്ളിങ്ങനെ ആനന്ദം കൊണ്ട് തുള്ളും. അത് സ്വർഗത്തിലെ അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുമ്പോൾ അത് ദുനിയാവിനേക്കാൾ സുഹൃതമാണ്. അത് ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാളും ഉത്തമമാണ് എന്ന പുണ്യനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം. അതുകൊണ്ടാണ് നമ്മളോട് ദുആകൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ഒരുപാട് ദുആകൾ നമ്മൾ പഠിപ്പിച്ചു. അതിൽ കാണുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥന. നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഫിർദൗസ് തേടിക്കോ, ഫിർദൗസ് തേടിക്കോ, സ്വർഗത്തിലെ ഏറ്റവും നല്ല സൗകര്യമുള്ള സ്ഥലം അതന്നെ തേടുക നിങ്ങൾ. ഏതാ അല്ലാഹ് തരികയെന്ന് അറിഞ്ഞുകൂടാ. ആ സ്വർഗവാസികളിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഒരു കണ്ണിനും ഇന്നേ വരെ കാണാൻ കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. പുണ്യനബിയുടെ ഒരു വർത്താനുണ്ട്, ഒരു കണ്ണിനും കാണാനാവാത്ത സൗകര്യം, ഒരു കാതും കേൾക്കാനാവാത്ത സൗകര്യം, ഒരു ഭാവനയിലും ഇന്നേ വരെ വിരിയാത്ത സൗകര്യം, അത് അല്ലാഹു സ്വർഗത്തിൽ വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചു. AI കാലമാണ്. പുതിയ പുതിയ ഭാവനകൾ കൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുടെ പറുദീസകളുടെ ചിത്രങ്ങളും അതിന്റെ വിഷ്വലൊക്കെ സൃഷ്ടിക്കുന്ന പ്രത്യേക കാലം. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ വാക്ക് അങ്ങനെ ഒരു ഭാവനയിലെത്താൻ കഴിയില്ല. ഒരു കാതിനും കേൾക്കാനായിട്ടില്ല, ഒരു കണ്ണിനും കാണാനായിട്ടില്ല. അങ്ങനത്തെ സൗകര്യം റബ്ബ് ഒരുക്കി വെച്ചു എന്ന് പറയുമ്പോൾ, അതും സ്വർഗത്തിൽ. ഇവിടുത്തെ പാനീയത്തെക്കുറിച്ച് അല്ലെങ്കിലും ദാഹജലം എന്ന് പറയുന്നത് ജീവിതത്തോട് ഏറ്റവും ഒട്ടിരിക്കുന്നതാണ്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. പുണ്യനബിയുടെ അടുത്തൊരു മനുഷ്യൻ വന്നു. അയാൾ രാത്രിയിൽ അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു. അവിശ്വാസിയായ മനുഷ്യന് പ്രവാചകൻ വിരുന്നൊരുക്കി. അയാൾ പറഞ്ഞു, എനിക്ക് വിശക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആടിനെ കറന്ന് കൊണ്ടുവന്നിട്ട് അയാൾക്ക് പാല് കുടിക്കാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. റസൂലുള്ളാഹി പിന്നെയും പോയി വീണ്ടും കറന്ന് കൊണ്ടുവന്ന് കൊടുത്തു. ഇതിങ്ങനെ തുടർന്നു 7 തവണ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് മുത്തഫഖുൻ അലൈഹിയായ നിവേദനമാണ്. 7 തവണ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന് വേണ്ടി ആ ആടിന്റെ പാല് കറന്ന് കൊണ്ടുവന്ന് കൊടുത്തു. 7 ഗ്ലാസും അയാൾ കുടിച്ചപ്പോൾ പറഞ്ഞു, വിശപ്പ് മാറി. രാത്രിയിൽ അവിടെ അയാള് രാപ്പാർത്തു. അപ്പോഴും അയാൾ വിശ്വാസിയായില്ല. പിറ്റേന്നത്തെ പ്രഭാതം മുതൽ അവിടുത്തെ ഓരോ ചലനങ്ങളും അയാൾ കണ്ടു. അയാളുടെ മനസ്സിങ്ങനെ മാറാൻ തുടങ്ങി. അന്നത്തെ വൈകുന്നേരത്തിന് മുമ്പ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മനുഷ്യൻ ദീനിലേക്ക് കടന്നു വന്നു. നൂറ് ആ മനുഷ്യന്റെ ഉള്ളിലെത്തി, വെളിച്ചമെത്തി. ആ മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, വലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക്, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ആ മനുഷ്യൻ വന്നണഞ്ഞു. ആ രാത്രിയും കൂടി ആൾ അവിടെ പാർക്കുകയാണ്. വിശക്കുന്ന നേരമായപ്പോ ഇന്നലെ കൊടുത്ത പോലെ നബി വീണ്ടും അയാൾക്ക് പാല് കറന്നു കൊണ്ടുവന്ന് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇന്നലത്തെ അതേ സമയം പോലെ ഇയാള് പറയുന്നതിന് മുമ്പേ റസൂലുള്ളാഹി പോവുകയാണ് അടുത്ത ഗ്ലാസ് പാൽ അയാൾക്ക് കറന്നു കൊടുക്കാൻ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കിപ്പോ വിശക്കുന്നില്ല. ഒറ്റ ഗ്ലാസ് കൊണ്ട്, നേരത്തെ കുടിച്ച പാല് കൊണ്ട് എന്റെ വിശപ്പ് മാറിയിട്ടുണ്ട് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി പറയാണൽ മുഅ്മിനു യശ്റബു ഫീ മിഅൻ വാഹിദ് വൽ കാഫിറു യശ്റബു ഫീ സബ്അത്തി അംആ. വിശ്വാസി കുടിക്കുന്നത് ഒരു വയറിലാണ്, അവിശ്വാസി 7 വയറിൽ കുടിക്കുന്നു. വലിയൊരു പാടാണത്. ജീവിതത്തിന്റെ ലാളിത്യത്തെ, മറ്റുള്ളവനെ ഉൾക്കൊള്ളുന്നതിന്റെ വിശാലതയെ ഒക്കെ അത് ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞത് പാനത്തിന്റെ പ്രത്യേകതയാണ്, വെള്ളത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അല്ലാഹ് ഖുർആനിൽ പറയുന്ന കുറെ ആയത്തുകൾ കാണാം. കുലു, ഭക്ഷിക്കണം, വശ്റബു, കുടിക്കണം. സ്വർഗവാസികളോട് പറയാ, ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. അത്ര നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭൂമിയിൽ ചെയ്തവരാണ്. അതിന്റെ സുഹൃതമായി, അതിന്റെ പ്രതിഫലമായി നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക. അതുകൊണ്ട് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുണ്ട്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. ലഹരിയുടെ അപകടം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. നരകം അത് ഒരുപാട് ഇച്ഛകളുമായിട്ട് അത് വലയം ചെയ്തിട്ടുണ്ട്, ആവരണം ചെയ്തിട്ടുണ്ട്. നരകത്തിലെത്തിയ മനുഷ്യന്മാര് ഭൂമിയിൽ അവരുടെ ആഗ്രഹം എന്താ, അതൊക്കെ നിറവേറ്റിയവരാണ്. ഷഹവാത്തുകൾക്ക് പിന്നാലെ പോയവരാണവർ. ഇച്ഛകളുടെ പിന്നാലെ പോയവനെ നിയന്ത്രിക്കാനും നന്നാക്കാനും നിനക്ക് കഴിയുമോ പ്രവാചകരെ എന്ന് ഖുർആൻ പുണ്യനബിയോട് ചോദിച്ചിട്ടുണ്ട്. ആ
അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ, ആ ഇച്ഛയെ ഇലാഹായി കണ്ടവൻ, ആരാധ്യപാത്രം പോലെ കണ്ടവൻ. അല്ലെ, ഇപ്പൊക്കെ ആരാധകന്മാരാണ്. ആ പ്രയോഗം നോക്കുക. അത് ഇന്ന ടീമിന്റെ ആരാധകൻ, ആ ടീമിന്റെ ആരാധകന്മാർ 79 മിനിറ്റ് ശ്വാസമടക്കി പിടിച്ചു നിന്നു. ആ പ്രയോഗം നോക്കൂ. മലയാള വാക്കാണെങ്കിൽ പോലും അതിന് വല്ലാത്തൊരു ഗൗരവമുണ്ട്. നമുക്ക് ആരാധന ഒറ്റടുത്തേ ഉള്ളൂ. അത് കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതറിയുന്ന, പാതിരാവിന്റെ സകലമാന രഹസ്യങ്ങളും അറിയുന്ന ഹക്കീമും അലീമും അല്ലാമുൽ ഗയൂബുമായ പടച്ചറപ്പ്. അതുകൊണ്ട് ഷഹവാത്ത് കൊണ്ട് നരകം വലയം ചെയ്തു. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വലയം ചെയ്തു. ദുനിയാവിന് തൻ്റെ ശരീരം അനിഷ്ടമായ പല കാര്യങ്ങളുണ്ടാകാം. സുബഹിക്ക് നീക്കാന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണ്. മഴയാകുമ്പോൾ പ്രത്യേകിച്ച് വിഷമമാണ്. തണുപ്പാകുമ്പോൾ ഒന്നുകൂടി കിടക്കാൻ സുഖമാണ്. ഒക്കെ ആണ്. പക്ഷേ സഹിച്ചേ പറ്റൂ. ചിലത് ക്ഷമിച്ചേ പറ്റൂ. ഒരു കുടുംബ ബന്ധം നിലനിർത്താൻ ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വവും അല്ലെ എല്ലാം ചിലപ്പോൾ നമ്മൾ താന്നു കൊടുക്കേണ്ടി വരും. ഭദ്രമായ കുടുംബത്തിന്, സുസ്ഥിരമായ ജീവിതത്തിന് അവിടെ എല്ലാ ഈഗോ പോകും. അവിടൊക്കെ അറിയാതെ മക്കാരിഹുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് നിരാശപ്പെടേണ്ടതല്ല, കാത്തിരിക്കുന്ന ഒരു സ്വർഗത്തിന് വേണ്ടിയാണ്. ഷഹവാത്തിന്റെ പിന്നാലെ പോകുമ്പോൾ വന്ന അപകടം, മദ്യത്തെ പറ്റി പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് നരകവാസി കുടിക്കുന്ന ഒരു വെള്ളമുണ്ട്, അതിന്റെ പേര് തീനത്തുൽ ഖബാൽ. അത് നരകത്തിലെ മദ്യപാനിക്ക്, ദുനിയാവിലെ മദ്യപാനിക്കല്ല കൊടുക്കുന്ന പാനീയം. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ ആ പാനീയത്തിന്റെ പ്രത്യേകത? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ദുർഗന്ധവും മാലിന്യവും അതൊക്കെ കൂടുന്ന ഒരു വെള്ളമാണ്. സഹോദരന്റെ വിയർപ്പ് സഹിക്കാൻ കഴിയില്ല, കൂടപ്പറപ്പിന്റെ വിയർപ്പ് സഹിക്കാൻ കഴിയില്ല. അതാ മനുഷ്യൻ. അത് സഹിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് ആ സുഗന്ധദ്രവ്യം സുന്നത്തായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആലോചിക്കുമ്പോൾ എല്ലാ ശഹവാത്തുകൾ കൊണ്ടും നരകം നിറഞ്ഞ്, നരകം അത് വലയം ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ആ ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ മനോഹരമായ അരുവികൾ ഒഴുകുന്ന സ്വർഗം. ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം അവരവിടെ പാർക്കുന്നു. വകഅസൻ ദിഹാഖാ, നിറഞ്ഞ കോപ്പകൾ. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, ഇഞ്ചി കലർത്തിയ മനോഹരമായ പാനീയങ്ങൾ. ഇന്നൽ അബ്റാറ ലഫീ നഈം, സുഹൃതം ചെയ്തവർ എന്ന അനുഗ്രഹത്തിൽ. അലല്ലറായിക്ക് യൻദുറൂൻ, അവര് സോഫകളിൽ ഇങ്ങനെ ചാരിയിരുന്ന് പരസ്പരം നോക്കുന്നുണ്ട്. ആ വാക്ക് സഹാബി കരയുന്ന വാക്കാ. ഇരിക്കാൻ സോഫ എന്തെന്ന് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു ജനതയുടെ മുമ്പിൽ ഇറങ്ങുന്ന ആയത്താണ്. ഇവര് 30-50 കൊല്ലം പറയാലോ, വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ വിരിക്കാൻ കൊടുക്കുന്ന ഒരു പായല്ലാതെ, അല്ലെങ്കിൽ അവിടെ ഒരു തറ പോലെ കെട്ടിയവരെന്നല്ലാതെ ഏതാ വീട്ടിലുണ്ടായിരുന്നത്? കാലപ്രവാഹത്തിലെ ഈ അത്ഭുതകരമായ പരിവർത്തനത്തിന്റെ മുമ്പിൽ നിന്നപ്പോ, ഈ മാറ്റങ്ങളുടെയും സൗകര്യങ്ങളുടെയും മുന്നിൽ നിന്നപ്പോ ഇച്ചിരി അഹങ്കാരം അറിയാതെ ഉള്ളിലെവിടെയോ പൊട്ടിമുളച്ചോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട സംഗതി കൂടിയാണ്. അതുകൊണ്ടാണ് അവരോട് പറയാ, സോഫകളിൽ ഇങ്ങനെ ഇരിക്കും. ആ ഇരുത്തത്തിൽ തന്നെ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം, അവരനുഭവിക്കുന്ന മാനസിക സൗകര്യങ്ങൾ അവരുടെ മുഖത്ത് തെളിയുന്നുണ്ട്. മുഖം കാണുമ്പോൾ അറിയാം എത്രമേൽ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാണ് അവർ. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, സീല് വെക്കപ്പെട്ട കുപ്പികൾ അവർക്ക്, പാത്രങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോ ഖിതാമുഹു മിസ്ക്, അതിന്റെ കാർക്ക് പൊട്ടിക്കുമ്പോ സുഗന്ധമാണ്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതുകൊണ്ട് മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കുക. ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരം പൊതുവെ വിശ്വാസികൾക്ക് നിരുത്സാഹപ്പെടുത്തിയതാണ്. അവിടെയാണ് നിങ്ങൾ മത്സരിക്കുന്ന ഒരു വർത്താനം പറയുന്നത് സ്വർഗത്തെ പറ്റി.
സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ഖുർആനിലെ വേറൊരായത്താണ്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക, അള്ളാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടി മത്സരിക്കുക. ഇവിടെ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അള്ളാഹു അത് ലഭിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ. ഒരു തരത്തിലുള്ള രുചി മാറാത്ത മനോഹരമായ വെള്ളം. തേനിനെ കുറിച്ച് പറയുന്നു, മദ്യത്തെ കുറിച്ച് പറയുന്നു. ആ മദ്യത്തിനെ കുറിച്ച്, സ്വർഗത്തിലെ മദ്യം ചില ആളുകൾ ഇപ്പോൾ ആക്ഷേപിക്കുന്നതാണ്. സ്വർഗത്തിലെത്തിയാൽ അവർക്ക് ഹൂറികൾ, സ്വർഗത്തിലെത്തിയാൽ അവർക്ക് മദ്യം, ഇനി ദുനിയാവിൽ തന്നെ എന്തേ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ഇസ്ലാമിക സമൂഹത്തെ പരിഹസിക്കുന്ന ആളുകളെ ധാരാളമായിട്ട് നമുക്കൊന്ന് കാണാം. പക്ഷെ നിയന്ത്രണങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ദുനിയാവാണ്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസക്കും. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ സ്വർഗത്തിൽ അല്ലാഹ് തരും നിങ്ങൾക്ക് എന്നാണ്. വിശാലമായ റബ്ബിന്റെ അനന്തമായ സൗകര്യങ്ങൾ മനുഷ്യരിങ്ങനെ അനുഭവിക്കുന്ന ഒരു വിളിയാളം മുഴങ്ങും അത്രേ സ്വർഗത്തിൽ. പുണ്യനബി പറയാ, യുനാദി മുനാദിൻ. ഒരു വിളിച്ചു പറയുന്നവന്റെ വിളിച്ചു പറയൽ അതൊരു മലക്കിന്റെ ശബ്ദമായിരിക്കണം. ഇന്നലക്കും മൻ തസിഹൂ. നിങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളവരാകണം. ഫലാ തസ്ഖമൂ അബദൻ. ഒരു കാലത്തും നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാവില്ല. രോഗമാണ് നമ്മളെ പലപ്പോഴും ഭീതിപ്പെടുത്തുന്നത്. കുടുംബത്തിന്റെ സ്വസ്ഥത പലപ്പോഴും തകർന്നു പോകുന്ന രോഗമാണ്. നമ്മുടെ അഭിരുചികൾ ജീവിതത്തിന്റെ പാതയോരത്ത് തട്ടിത്തെറിപ്പിക്കുന്നത് ചില രോഗങ്ങളാണ്. അത് മാരകം കൂടിയാകുമ്പോ എല്ലാ സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന അനുഭവത്തിന്റെ മുറ്റത്ത് നമ്മൾ നിലകൊള്ളുന്നുണ്ട്. അള്ളാഹു രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവാണത്. സ്വർഗത്തെ പറ്റി പറയുമ്പോ അള്ളാഹ് പറയാണ്, ഇനി നിങ്ങൾക്ക് ഒരു രോഗമില്ല. ഇന്നലക്കും മൻ തഹ്യൗ. ഇനി നിങ്ങൾക്ക് ജീവിതമാണ്. ഫലാ തമൂതു അബദാ. ഒരിക്കലും നിങ്ങൾ മരിക്കൂല. മലയാളത്തിൽ കാളരാത്രി എന്നൊരു വാക്കുണ്ട്. അതിന്റെ ആഴം തേടിപ്പോയാൽ പേടി തോന്നും. മരണം ഉറപ്പിച്ചവന്റെ അവസാനത്തെ രാത്രി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മരണം ഉറപ്പിച്ചവന്റെ അവസാനം. നാളെ രാവിലെ മരിക്കുന്ന ആൾക്ക് ഉറപ്പ് കിട്ടി. അന്നത്തെ രാത്രിയുടെ അയാളുടെ മനസ്സിന്റെ ചിന്തകൾ എന്തായിരിക്കും? ഒരു വേള വെറുതെ ആലോചിച്ചാൽ മതി. അതാണ് മനുഷ്യന്റെ ഭീതിയുടെ ആഴം. അവിടെയാണ്. നിങ്ങൾ മരിക്കൂല. ഇന്നലക്കും തശിപ്പോ. ഇനി നിങ്ങൾക്ക് യൗവനം മാത്രമാണ്. ഫലാ തഹ്റമൂ അബദാ. ഒരിക്കലും നിങ്ങൾ എനിക്ക് വാർദ്ധക്യമാവുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്കില്ല. റസൂലുള്ളാഹിന്റെ വേറെ വാക്കുണ്ടല്ലോ, ഇന്നക്കും സലാസും വസലാസൂൻ. എല്ലാവർക്കും 33. മനോഹരമായ സ്വർഗം. അതാ നേരത്തെ തുടങ്ങി പറഞ്ഞപ്പോ ഭാവനകൾക്കപ്പുറത്താണ്. വഇന്നലക്കും അൻ തൻഅമൂ. ഇനി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ്. ഫലാ തബ്തഇസൂ അബദാ. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇനി നിങ്ങൾക്കില്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പാനം, സ്വർഗത്തിലെ പാനീയം അവർ മാത്രം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ അത്ഭുതം തോന്നും. അത് നമ്മളെ ചുണ്ടിലെത്തണം. അവിടെയാണ് ഹൗദുൽ കൗസറിൻ്റെയൊക്കെ പ്രാധാന്യം കടന്നു വരുന്നത്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും നക്ഷത്രങ്ങളെക്കാൾ കോപ്പകൾ അതിൽ വാരിവതെറിയതും എന്നൊക്കെ ഹദീസുകളിൽ കാണുന്നു. വിശ്വാസിക്കത് കുടിക്കാൻ നൽകുന്നു. അത് കുടിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും വിശ്വാസത്തിന്റെ പരിച കൊണ്ട് വിജയം വരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ ആഴ്ചയിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നൊരു മരണവാർത്ത. അരിപ്ര സ്വദേശിയായ തവളയങ്ങൽ കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ്റെ വിയോഗം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആറടി മണ്ണിൽ കിടക്കുന്നു. ആ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെയൊക്കെ അവർ ജീവിതം സ്വർഗമാക്കി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് യഥാർത്ഥ വിശ്വാസികളായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പാടും പ്രയാസങ്ങളും കെടുതികളുമായി കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ റബ്ബുൽ ഇസ്സത്ത് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അവർക്ക് ഖൈറും നിഅമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന്, പ്രത്യേകിച്ച് പുതിയ കാലത്ത് അള്ളാഹു കൺകുളിർമ കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്നൊക്കെ തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات